ഞാനൊരു കാര്യം ചോദിച്ചാൽ നേര് പറയുമോ? നിന്നോട് എനിക്ക് നുണ പറയേണ്ട കാര്യമുണ്ട്. ഈ ലോട്ടറി ടിക്കറ്റ് ചേട്ടൻ എവിടെ നിന്ന് കിട്ടി? എന്താ ഞാൻ രൂപ കൊടുത്ത ലോട്ടറി ടിക്കറ്റ് കിട്ടില്ലേ? ഈ ടിക്കറ്റിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ ചേട്ടാ. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആ ഫോട്ടോഗ്രാഫറും ലോട്ടറി മേനോനും കൂടി ഒരു ചെറിയ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ഫലിച്ചില്ല. ചേട്ടൻ ഇനിയും സത്യം പറയുന്നില്ല. നീ പറയുന്നതിന്റെ അർത്ഥം? ഒന്നുകിൽ ഈ ടിക്കറ്റിനെ കുറിച്ചുള്ള സത്യം ചേട്ടൻ അറിയുന്നില്ല, അല്ലെങ്കിൽ ചേട്ടൻ സത്യം പറയുന്നില്ല. ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയാണ്. ഈ ടിക്കറ്റ് ആരോ മോഷ്ടിച്ചു കൊണ്ടെന്ന് ചേട്ടന് തന്നതല്ലേ? ഇതാ ഫോട്ടോഗ്രാഫിന്റെ ടിക്കറ്റാണ് ചേട്ടാ. ആ നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. എങ്ങനെ അറിയാമെന്നാണ് ചോദിച്ചത്. നീ പറയില്ലല്ലേ? 5555 എന്ന നമ്പറുള്ള ടിക്കറ്റ് ഞാനാണ് എടുത്തു കൊടുത്തത്. നീ ടിക്കറ്റ് എടുത്തു കൊടുത്തു അയാൾക്ക്? അന്നൊരു ദിവസം ഞാനും കൂട്ടുകാരികളും കൂടി ഫോട്ടോ എടുപ്പിക്കാൻ സ്റ്റുഡിയോയിൽ ചെന്നിരുന്നപ്പോ ആ ടിക്കറ്റ് വിൽപ്പനക്കാരനും അവിടെ വന്നിരുന്നു. അയാൾ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു ടിക്കറ്റ് എടുത്തു കൊടുത്തത്. ആഹാ, നീ കോളേജിലേക്കൊന്നും പറഞ്ഞ് ദിവസപ്പെടുന്ന് പോകുന്നതിനായിരുന്നല്ലേ ഫോട്ടോ എടുക്കുന്ന ടിക്കറ്റ് വാങ്ങിക്കലായിരുന്നു ജോലി. ആ, ഇന്ന് മുതൽ പഠിപ്പ് വേണ്ട, കോളേജിൽ പോയൊക്കെ മതി. നീ അമ്മയാണ് നിന്ന് ചീത്തയാക്കുന്നത്. അമ്മ ഇങ്ങോട്ട് വരട്ടെ. ഹലോ ടിക്കറ്റ് മിസ്റ്റർ SRVന്റെ തന്നെയാണെന്ന് സ്ഥാപിച്ച് കിട്ടിയില്ലേ? ഇനി ടിക്കറ്റിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് വേണുപോകാൻ വരുമോ? ഇല്ല. എങ്കിൽ സമ്മാനം തരും. മാധവകുട്ടി, എന്റെ കുട്ടിക്ക് സമ്മാനം തരും. സമ്മാനം തന്നേ പറ്റൂ. വാസ്തവത്തിൽ നിങ്ങൾ ആ സമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കാര്യം സാധിച്ചു. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മാധവൻകുട്ടിയുടെ കയ്യിൽ ടിക്കറ്റ് എന്ന് ഞാനാണെന്ന് മിസ്റ്റർ SRVനോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറയുമോ? ആ, പറയരുത്. ഈ വിവരം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതിരിക്കട്ടെ, വേണുഗോപാലിന് വിട്ട ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു? അതിപ്പോ തനിക്കറിയേണ്ട ആവശ്യം. അപ്പം തിന്നാ പോലെ കുഴിയണോ? ടിക്കറ്റ് സംബന്ധിച്ച് മിസ്റ്റർ SRVന്റെ സംശയമൊക്കെ തീർന്നല്ലോ. നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുള്ള രൂപ 50,000 2 ദിവസത്തിനകം വാങ്ങിച്ചോണം. തിരുവനന്തപുരത്ത് പോയി രൂപ വാങ്ങിച്ചിട്ട് വന്നിട്ട് തരാമെന്ന് പറയാൻ സമ്മതിക്കില്ല. നമ്മുടെ ഏർപ്പാട് തീർത്തിട്ട് പിന്നെ ടിക്കറ്റ് കൊണ്ടുപോയി രൂപ വാങ്ങിക്കാൻ തുടങ്ങിയത്. അതെല്ലാം ടിക്കറ്റ് കൊടുക്കുമ്പോഴേ ഞാൻ SRVനോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ സമ്മതിച്ചിട്ടുമുണ്ട്. മിസ്റ്റർ മാധവൻകുട്ടി ഒരു കോൾ അടിച്ചിരിക്കുകയാണ്. പിന്നെ പറയാം. നമസ്കാരം. നമസ്കാരം. സംഗതി വലിയ പിടിവലിയായിരുന്നു സാറേ. നമ്മൾ ഉദ്ദേശിക്കാത്ത ആളുകളൊക്കെ വന്നങ്ങ് വീടുക. നിങ്ങൾ എന്തോന്നായി പറയുന്നത്? അയ്യോ, അന്ന് നമ്മള് 1-2 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നമ്മൾ ആവശ്യക്കാരാണ് വേണ്ടി എന്നപ്പോ മറുനാട്ടിൽ നിന്ന് ഒരു ആളുകൾ വന്നിരിക്കുകയോ സാറേ. പിന്നെ നമ്മളുടെ വാക്കനുസരിച്ച് അത് കൈവിട്ട് പോകാതെ കിടക്കുന്നു. ഇപ്പോഴേ ഒരു 5000 രൂപ അഡ്വാൻസ് കൊടുത്ത് അത് ഉറപ്പിക്കുക. പിന്നെ ആഹാരം കഴിഞ്ഞ് ബാക്കി സുഖം കൊടുക്കാം. എന്താ പറഞ്ഞു തീർന്നു? എനിക്ക് നിങ്ങളുടെ വസ്തുവും വേണ്ട, ലക്കവും വേണം. വേറെ ആർക്കും കൊണ്ടു കൊടുക്കണം. അയ്യോ അയ്യോ, സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ വാക്കുറപ്പിച്ചിരിക്കുക. നിങ്ങളോട് പറഞ്ഞോ ഞാൻ വാക്കുറപ്പിക്കാൻ? ഏതായാലും വാക്കുറപ്പിച്ച നിലയ്ക്ക് വാക്കുറപ്പിച്ച് നിങ്ങൾ തന്നെ കിടക്കുള്ള ഞാൻ. അയ്യോ, അത് പറ്റില്ല. ഈ കാര്യം വാക്കാണേ വരുന്നത്. നിങ്ങളിവിടെ പോകുന്നുണ്ടോ അതോ? 10 രൂപ കൈ വന്നപ്പോൾ ഭാവം മറിഞ്ഞു കണ്ടോ? ഈശ്വരൻ എന്ന് കൊള്ളുകയില്ല സാറേ. ഈശ്വരൻ എന്ന് പറയുന്ന സാധനമാണ്. എനിക്ക് വസ്തു കൊടുക്കൽ വാങ്ങലാ സാറേ ജോലി. ഇതിനിടയ്ക്ക് ഒത്തിരി ലക്ഷാധിപന്മാരെ കോടീശ്വരന്മാരെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ലക്ഷാധിപന്മാർ അങ്ങനെ പോയി കോടീശ്വരന്മാർ കുത്തുവാളെ കൊണ്ട് റോഡിന് തെക്കോടൊക്കെ നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ സാറേ, ഈ 1 ലക്ഷമൊക്കെ ഉണ്ടല്ലോ, നൊടികളെ കൊണ്ട് ഒഴുകി പോകുന്നതാണെന്ന് സാറ് കേൾപ്പിക്കൂ. ഇടയ്ക്ക് വലിയ നാശമായിട്ടു. സാറേ, ഒരു കൊള്ളാവുന്നവരാണെന്ന് കരുതി ഒരു ഏർപ്പാട് ചെയ്യാൻ വന്ന എന്നെ വേണം തല്ലാൻ. അനുഭവിച്ചോളൂ സാറേ. ഞാനിപ്പോ കൂടെ വരട്ടെ. എന്തിന്? നിങ്ങൾ തനിച്ച് പോയിക്കൊള്ളാം. അതുകൊണ്ടല്ല, സൗകര്യപ്പെടുമെങ്കിൽ ആ രൂപ ഇന്ന് തന്നെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. 50,000 രൂപയല്ലേ? നാളെ ആകാമല്ലോ. അതല്ല,
ടിക്കറ്റ് എങ്ങനെയാണ്? അതെല്ലാം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവിച്ച് പറഞ്ഞതെല്ലാം നേരെ ആയിരിക്കണമെന്നില്ലല്ലോ. ഓ, കൂടുതലായിട്ട് എന്താണ് അറിയേണ്ടത്? സത്യം എന്തായാലും നിങ്ങൾ ജയിച്ചു, ഞാൻ തോറ്റു. തോറ്റാണുള്ള സൗജന്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോ ആ ടിക്കറ്റ് അങ്ങോട്ട് വേണമായിരിക്കും. ഞാൻ ചോദിച്ചില്ലല്ലോ. ഇല്ലേ? വലിയ ഉപകാരം. ഞാൻ വന്നത് നിങ്ങൾക്ക് ആ ടിക്കറ്റ് കൊണ്ടു തന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ആ ടിക്കറ്റും വേണ്ട, പണവും വേണ്ട. അതൊരു വലിയ സൗജന്യമാണല്ലോ മിസ്റ്റർ. ഞാൻ പണം കൊടുത്തു വാങ്ങിയ എന്റെ ടിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത് തീർച്ചയായും ഒരു വലിയ സൗജന്യം തന്നെയാണ്. പരിഹസിക്കാതിരിക്കണം മിസ്റ്റർ. അത് നിങ്ങളുടെ ടിക്കറ്റ് അല്ല, ടിക്കറ്റാണ്. ഇതിനെല്ലാം ഉത്തരവാദി നീയാണ്. എന്റെ സഹോദരിയെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോയത്. നിന്റെ സഹോദരി ഈ നിൽക്കുന്ന സത്യവതിയായ നിന്റെ സഹോദരിയല്ലേടാ എന്റെ ടിക്കറ്റ് മോഷിച്ച് നിനക്ക് കൊടുത്തത്. അമ്മ എന്നെ വിട, എന്നെ വിട, ഇന്ന് ഞാൻ എന്നെ കിട്ടും. എന്നെ ഞാൻ എന്തൊക്കെയായി കാണുന്നത് മനസ്സിലായില്ലേ അല്ലേ? നിങ്ങളുടെ മകൾ എന്റെ സ്റ്റുഡിയോയിൽ വരുമായിരുന്നു. എന്റെ ടിക്കറ്റ് ഞാൻ എവിടെയാണ് വെച്ചിരുന്നതെന്നും അവൾക്കറിയാമായിരുന്നു. എന്റെ ടിക്കറ്റ് മോഷ്ടിച്ച് നിങ്ങളുടെ മകൻ കൊണ്ട് കൊടുത്തു. നിങ്ങളുടെ മകൾ മഹാ കള്ളിയാണ്. ഇപ്പൊ മനസ്സിലായോ? ഇവന്റെ നാമനിക്ക് ചവിട്ടിപ്പിഴെടുക്കണം. ഉണ്ടായാലും എന്തായാലും സമാധാനത്തെ കാര്യമുണ്ടോ? ഞാൻ സമാധാനം ഉണ്ടാക്കാം. ഇപ്പൊ പോ. ദൈവത്തെ വിചാരിച്ച് എന്റെ കുഞ്ഞിപ്പോ പോ. ശരി, ഞാനിപ്പോ പോകുന്നു. പക്ഷേ ഇതൊക്കെ ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. എടാ, സത്യം പറയാം, ഈ ടിക്കറ്റ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയത്? ഞാൻ രൂപ കൊടുത്ത് വാങ്ങിച്ചത്. എന്നിട്ട് ഇപ്പൊ ഇവിടെ കേട്ടതുണ്ടോക്കെയാണല്ലോ. കേട്ടതിനെല്ലാം ഉത്തരവാദി അമ്മയുടെ മകളാണ്. അല്ല ചേട്ടാ, ഞാനല്ല. അല്ലേ? നീ പിന്നെ എന്റെ സ്റ്റുഡിയോയിൽ ചെല്ലാറുണ്ടായിരുന്നു അയാൾ പറഞ്ഞതോ? സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുപ്പിക്കാൻ ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഏജന്റ് പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് ഞാൻ എടുത്തത് സത്യമാണ്. മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നു. അമ്മേ, ഇപ്പോൾ ചേട്ടന്റെ കയ്യിലുള്ള ടിക്കറ്റ് ആ മനുഷ്യന് ഞാൻ എടുത്തു കൊടുത്തതാണ് അമ്മേ. പിന്നെ നിന്റെ കയ്യിലെ ടിക്കറ്റ് എങ്ങനെ വന്നു? അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും അമ്മയ്ക്ക് വിശ്വാസമായില്ല. കോട്ടയത്ത് നിന്ന് രൂപ കൊടുത്ത് ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കാൻ ഈ ടിക്കറ്റ്. ദൈവമേ, എന്താണ് ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടെ. ഇതാരെ പുരേ കയറി നിലവിളിക്കുന്നത്? എന്റെ പുരേ കയറി ബഹളം ഉണ്ടാക്കുന്ന എന്തിനാണെന്ന്? നിങ്ങളുടെ ഭർത്താവുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കൊന്നും അറിയാം. എനിക്ക് ഭർത്താവുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ താനാരാ? അതല്ല, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ലോട്ടറി മേന എവിടെ? വിളിച്ചോണ്ടോ കാണിച്ചത്? എല്ലാം വന്ന് കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നു. അവകാശങ്ങൾ പിടിച്ചു വന്നു, അവകാശങ്ങൾ പിടിച്ചു വന്നു. എന്റെ പുരേ കയറി ബഹളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കേട്ടില്ല. എങ്കിൽ ലോട്ടറി മേനാൻ എവിടെ? അങ്ങനെ ഇല്ല. എവിടെ പോയേക്കുവാ? എന്നോടാണോ ചോദിക്കുന്നത്? എന്തോ വരും? 2-3 ദിവസം കഴിയും. എങ്കിൽ അതുവരെ നമുക്ക് പിന്നെ അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ട് നമുക്ക് പോയേക്കാം. പിന്നെ വേറെ
നിങ്ങളോട് ചോദിക്കുന്നതാണ്. മിസ്റ്റർ എസ് ആർ മേനോൻ കോട്ടയത്ത് നിന്ന് ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത് നിങ്ങൾ കണ്ടു എന്ന് പോലീസ് സ്റ്റേഷൻ വെച്ച് പറഞ്ഞല്ലോ. സത്യത്തിൽ നിങ്ങൾ കണ്ടതാണ്? കണ്ടതാണോ എന്ന് ചോദിച്ചാൽ സത്യത്തെ ഞാൻ കണ്ടതല്ല. പിന്നെ കണ്ടെന്ന് നിങ്ങൾ പറഞ്ഞതോ? കാണുന്നു മാത്രമേ പറയാവുള്ളൂ. എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അല്ലേ? നിങ്ങൾ എന്താ മിസ്റ്റർ വീട്ടിൽ കയറി വന്ന് പോലീസുകാർ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത്? ഇത് നിങ്ങളുടെ വീടായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാ സൗകര്യമുള്ള സ്ഥലത്ത് ഞാൻ വരാം. എന്ന് വരണം. അത് ഞാൻ പറ്റിക്കൊള്ളാം. നിങ്ങളെല്ലാം വെറുതെ വിടുമെന്ന് കരുതണ്ട. ചുമ്മാ ഭയപ്പെടുത്താതെ ഒന്ന് പോണം മിസ്റ്റർ. ശരി, കണ്ടോളാം. ആയിക്കോട്ടെ. ആ കവലയിലുള്ളൊരു ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫറോ? എന്തിനാണ് ഈ ബഹളം കൂട്ടിയത്? കുറച്ച് രൂപയുടെ കാര്യത്തിലാണ്. പോരോ? പോരോ? നിങ്ങൾ അയാൾക്ക് കാശ് കൊടുക്കാനുണ്ടോ? അല്ല, കാശ് കൊടുക്കാനുണ്ടോന്ന് ചോദിച്ചാ പിന്നെ അയാൾ കൊടുത്തു കഴിയുമ്പോൾ അത് തീരില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ വല്ല വഴക്കുണ്ടാവും വിചാരിച്ച് പേടിച്ച് ഞാൻ അകത്തിരിക്കുകയായിരുന്നു. നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് അപകടമല്ലേ? അതുകൊണ്ട് ഞാനൊന്ന് മുറുകി നിന്നേ ഉള്ളൂ. ഏതായാലും മിസ്റ്റർ എസ് ആർ മേനോന്റെ പണം